Hey bro, how our place? You love our place? Yes, yes, yes. I love this place. It's just a masterpiece. Wow, what a beautiful place. Yeah, yeah, yeah. So, bro, this is the place you stay today. Oh, this adjust it today. Tomorrow we will go another place. Okay? This place is so haunted. Hey bro, then anything special in this village? Like some beautiful places next, or some stories like that? Yes, there is a story. One day, a guy named Chandran was coming from a long distance from a village. Um, he was so tired uh, after walking 6 kilometers. So he lied under a tree. Tomorrow morning, he was dead. No one know who killed him. It was a uh, dangerous place after that. What tree was it? Alamaram. Alamaram. Yes, banyan tree, banyan tree. Yeah, yes, banyan tree, banyan tree. After that incident, no one was go near that tree because everyone believe that there is a ghost in that tree. Hey, hey, no, 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 no. It's completely a fake story. Your village guys are just lying. Hey, what you say about my village? No, 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 no. Leave my shirt, leave my shirt. I will explain. Leave my shirt, leave my shirt. The science. ഹലോ ഫ്രണ്ട്സ്, നമ്മൾക്ക് ആവശ്യമായ ഫുഡ് എങ്ങനെയാണോ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്ലാന്റ്സിന് ആവശ്യമായ ഫുഡ് പ്ലാന്റ്സിലെ ഇലകളിലെ ക്ലോറോഫിൽ എന്ന് പറയുന്ന പാർട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇതെങ്ങനെ പ്രിപ്പയർ എന്ന് വെച്ചാൽ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി പ്ലസ് വാട്ടർ മോളിക്യൂൾസ്, അപ്പോഴാണ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ 6 മോളിക്യൂൾസ് ഓഫ് വാട്ടർ, പിന്നെ 6 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ സൺലൈറ്റിൻ്റെ പ്രസൻസ്, അപ്പോൾ നമുക്ക് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസും പിന്നെ അതിനോട് തന്നെ ഓക്സിജനും കിട്ടുന്നുണ്ട്. ഇത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന കാരണം അതുകൊണ്ടാണ് നമ്മൾ രാവിലെ മരത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുന്നത്. നമ്മൾ എങ്ങനെയാണോ ഓക്സിജൻ ഇൻടേക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നത്, അതേപോലെ തന്നെ മരങ്ങളും ചെടികളും രാവിലെ ഓക്സിജൻ ഇൻടേക്ക് ചെയ്തിട്ട് രാത്രി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടും. സോ ഓരോ ഇലകളിലെ ഓരോ ക്ലോറോഫിൽ പാർട്ടും ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് സഫക്കേഷൻ ഭയങ്കര ഫീൽ ആവും. എന്തുകൊണ്ട് വെച്ചാൽ അവിടെ ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും, പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതേ തന്നെ നമ്മൾ മരത്തിൻ്റെ അടിയിൽ കിടക്കുമ്പോഴും നമ്മൾക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണെങ്കിൽ പിന്നെ പറയണോ, ഉറപ്പായിട്ട് നമുക്ക് മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. സോ മാക്സിമം നമ്മൾ മരത്തിൻ്റെ അടിയിൽ രാത്രി കിടക്കുന്നത് ഒഴിവാക്കുക. ഇപ്പോഴും കുറേ സ്ഥലങ്ങളിൽ, കുറേ വില്ലേജസിൽ ഇതൊരു സയൻസ് അല്ലാതെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഐഡിയയിലാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. സോ പുതിയ വീഡിയോയുമായി വൈകാതെ കാണാം. താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് information, bro. Today and sorry, 2 days I am the don in the class.